സ്വാഗതം. ഞാൻ ബിബിത. ഗോവ പ്രധാന വാർത്തകൾ. 77 സ്ഥാപനങ്ങൾക്കെതിരെ ആദായ നികുതി വകുപ്പ്. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ സാൻഗി ആങ്ക് ഉദ്ഘാടന ചിത്രം. 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വരെ വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാം. ജനുവരി 11 വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. മയക്കുമരുന്ന് പിടിച്ചു, നൈജീരിയ സ്വദേശി അറസ്റ്റ്. പ്രതിവാര കോവിഡ് നിരക്കിൽ സംസ്ഥാനം 6ാമത്. വാർത്തകൾ വിശദമായി. 77 സ്ഥാപനങ്ങൾക്കെതിരെ ആദായ നികുതി വകുപ്പ്. നികുതി അടയ്ക്കാൻ വീഴ്ച വരുത്തിയ 77 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിക്കൊരുങ്ങി ആദായ നികുതി വകുപ്പ്. ആദ്യഘട്ടത്തിൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും. അക്കൗണ്ടിലുള്ള തുക സ്ഥാപനത്തിന്റെ നികുതി ബാധ്യതയ്ക്ക് അനുപാതമായി സംസ്ഥാന ട്രഷറിയിൽ നിക്ഷേപിക്കുമെന്ന് ബാങ്കുകൾക്ക് ആദായ നികുതി വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വാറ്റ്, GST, ആഡംബര നികുതി, വിനോദ നികുതി, പ്രാദേശിക നികുതി തുടങ്ങിയ ഇനത്തിൽ 120 കോടി രൂപയാണ് ഈ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാരിന് ലഭിക്കാനുള്ളത്. ഈ തുക നികുതി പിഴയും പിഴപ്പലിശയുമായി ഈടാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വ്യക്തിഗത സ്വകാര്യ പങ്കാളിത്ത സ്ഥാപനങ്ങളും സ്വകാര്യ ലിമിറ്റഡ് കമ്പനികൾ ഉൾപ്പെടെയുള്ളവ പട്ടികയിലുണ്ട്. ഇവർക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം ഉടൻ നടപടിയെടുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യൻ പനോരമയിൽ സാൻഗി ആങ്ക് ഉദ്ഘാടന ചിത്രം. 51ാം രാജ്യാന്തര ചലച്ചിത്രമേളയിലെ പനോരമ വിഭാഗത്തിൽ തുഷാർ ഹൈറദിനി സംവിധാനം ചെയ്ത സാൻഗി ആങ്ക് ഉദ്ഘാടന ചിത്രം. ഇതിനു പുറമെ ഈ വിഭാഗത്തിൽ 21 നോൺ ഫീച്ചർ ഫിലിമുകളും 26 ഫീച്ചർ ഫിലിമുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 11 വരെ സംസ്ഥാനത്ത് കാലവർഷം തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴ ലഭിക്കും. കാലം തെറ്റിയെത്തിയ മഴ ഇന്നലെ സംസ്ഥാനത്ത് പരക്കെ ലഭിച്ചു. ഇപ്പോൾ ലഭിക്കുന്ന മഴ 1-2 ദിവസം തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് സൂചന നൽകി. 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാം. ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. 3 മുതൽ 8 വരെ ക്ലാസുകളിൽ എഴുത്തു പരീക്ഷ നടത്താം. എന്നാൽ 1 മുതൽ 2 വരെ ക്ലാസുകളിൽ CSER മാർഗനിർദ്ദേശം അനുസരിച്ചാവും പരീക്ഷ. പ്രതിവാര കോവിഡ് നിരക്കിൽ സംസ്ഥാനം 6ാമത്. പ്രതിവാര കോവിഡ് നിരക്കിൽ ദേശീയ ശരാശരിക്ക് മുകളിലുള്ള 17 സംസ്ഥാനങ്ങൾ ഗോവ 6ാം സ്ഥാനത്ത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 4.8% സംസ്ഥാനത്തെ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക്. 1.99% ദേശീയ ശരാശരി. പ്രതിവാര കോവിഡ് നിരക്കിൽ കേരളമാണ് 1ാം സ്ഥാനത്ത്. മയക്കുമരുന്ന് പിടികൂടി, നൈജീരിയ സ്വദേശി അറസ്റ്റിൽ. പെർനേമിൽ 5 ലക്ഷം രൂപയുടെ മയക്കുമരുന്നുമായി നൈജീരിയ സ്വദേശി പോലീസ് പിടിയിൽ. ഇയാളിൽ നിന്നും 3.43 ഗ്രാം ദ്രാവക രൂപത്തിലുള്ള LSDയും 20.989 ഗ്രാം പൊടി രൂപത്തിൽ ബ്ലാക്ക് കോളും പിടിച്ചെടുത്തു. ആലപ്പുഴ ക്ഷേത്രത്തിന് സമീപം ആന്റി നാർക്കോട്ടിക്സ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്ന് ഇത് പിടികൂടിയത്. കേരള വാർത്തകൾ. ട്രയൽ റൺ വിജയകരം. വാക്സിൻ വിതരണത്തിനൊരുങ്ങി കേരളം. കേന്ദ്ര ഏജൻസികൾക്കും കാർഷിക നിയമത്തിനും എതിരായ വാദം വായിച്ച് ഗവർണർ. പ്രതിപക്ഷ പ്രതിഷേധം. ആരോപണ വിധേയൻ സഭ നിയന്ത്രിക്കാൻ പാടില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. കള്ളപ്പണ ഇടപാട്. ക്യാമ്പസ് ഫണ്ടിന്റെ നേതാവിന്റെ റിമാൻഡ് നീട്ടി. ബാറുകൾ തുറന്നതോടെ വെബ് ആപ്പ് ഉപേക്ഷിക്കാൻ ഒരുങ്ങി സർക്കാർ. സന്ദീപിന്റെ രഹസ്യമൊഴി ആവശ്യപ്പെട്ട് കസ്റ്റംസ് വീണ്ടും NIA കോടതിയിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനം കോവിഡ് വാക്സിൻ വിതരണത്തിന് പൂർണ്ണ സജ്ജമെന്ന് ആരോഗ്യ വകുപ്പ്. 14 ജില്ലകളിൽ നടന്ന ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി. വാക്സിൻ എത്തിയാലുടൻ സുരക്ഷിക്കാനും വിതരണത്തിനുമുള്ള സംവിധാനം കുറ്റമറ്റ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് വാക്സിൻ വിതരണത്തിന് മുന്നോടിയായുള്ള 2ാം ഘട്ട റിഹേഴ്സലും അപാകതയൊന്നും കണ്ടെത്താനായില്ല. കോവിൻ ആപ്പിലെ രജിസ്ട്രേഷൻ, മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള കുത്തിവയ്പ്പിന് ശേഷം അലർജി ഉണ്ടാകുന്നുണ്ടോ നിരീക്ഷിക്കാനുള്ള സംവിധാനം എല്ലാം ഗ്രാമീണ നഗര മേഖലകളിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ പൂർണ്ണതോതിൽ സജ്ജമാണെന്ന് വിലയിരുത്തൽ. നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് ഗവർണർ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ 14ാം കേരള നിയമസഭയുടെ 22ാം സമ്മേളനത്തിന് തുടക്കം. കൃത്യം 9 മണിക്ക് തന്നെ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങി. കേരളീയ വേഷമണിഞ്ഞ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തിയത്. ഏറ്റവും മുന്നിൽ COVID-19 മഹാമാരി വിതച്ച പ്രതിസന്ധി അടക്കം നിരവധി വെല്ലുവിളികളാണ് സർക്കാർ നേരിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷം മുദ്രാവാക്യം വിളിക്കാനിറങ്ങി രംഗത്തെത്തി. ഗവർണർ സംസാരിക്കുന്നതിനൊപ്പം പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ ശ്രമിച്ചതോടെ സഭയിൽ ബഹളമായി.
പ്രവാസികളുടെ പ്രതിസന്ധി പറഞ്ഞ് ഗവർണർ നയപ്രഖ്യാപനം വീണ്ടും തുടർന്നു. എന്റെ ഉത്തരവാദിത്തം തുടരാൻ സമ്മതിക്കുമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. പാലാരിവട്ടം അഴിമതി കേസിൽ VK ഇബ്രാഹിം കുഞ്ഞിന് ജാമ്യം. പാലാരിവട്ടം അഴിമതി കേസിൽ മുസ്ലിം ലീഗ് MLAയും മുൻ മന്ത്രിയുമായ VK ഇബ്രാഹിം കുഞ്ഞിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ആരോഗ്യനില പരിഗണിച്ചാണ് കർശന ഉപാധികളോടെ കേസിലെ 5ാം പ്രതിയായ ഇബ്രാഹിം കുഞ്ഞിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപ ബോണ്ടായി കെട്ടിവെക്കണം, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, എറണാകുളം ജില്ല വിട്ട് പോകരുത്, അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് കോടതി ഇബ്രാഹിം കുഞ്ഞിന് ജാമ്യം അനുവദിച്ചത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷം. നയപ്രഖ്യാപനം പാഴ്വേലയായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ നിയന്ത്രിക്കരുതെന്നും ഡെപ്യൂട്ടി സ്പീക്കർക്ക് ചുമതല നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സർക്കാരിന്റേത് പൊള്ളലായ നയപ്രഖ്യാപനമാണ്. സമ്മേളനം അവസാനിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്നും പ്രതിപക്ഷം. നിയമസഭയിലേക്ക് ഗവർണർ എത്തുന്നതിന് പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധവുമായി ആരംഭിച്ചു. സർക്കാരിനെതിരെ സ്പീക്കറിനെതിരെ പ്രതിഷേധ ബാനറുകളും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം സഭയിൽ എഴുന്നേറ്റ് നിന്ന് മുദ്രാവാക്യം വിളിച്ചു. സ്വർണ്ണക്കടത്തും അഴിമതിയിലും കേന്ദ്രവും മുഖ്യമന്ത്രിയും ഓഫീസിനും ബാനറുകൾ ഉയർന്നു. തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് സഭാ കവാടത്തിൽ നയപ്രഖ്യാപന പ്രസംഗം കഴിയുന്നതുവരെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കള്ളപ്പണ ഇടപാട് ക്യാമ്പസ് ഫണ്ട് നേതാവിന്റെ റിമാൻഡ് നീട്ടി. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ക്യാമ്പസ് ഫണ്ട് നേതാവ് സൗദ് ഷെരീഫിന്റെ റിമാൻഡ് ഈ മാസം 22 വരെ നീട്ടി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് റിമാൻഡ് നീട്ടിയത്. കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ റൌഫ് ശ്രമിച്ചുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഹാജരാക്കിയിരുന്നില്ല. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും ED കോടതിയെ അറിയിച്ചു. നേരത്തെ റൌഫിന്റെ UP പോലീസ് കോടതി കസ്റ്റഡി വിട്ടിരുന്നു. വെബ്ക്യൂ ആപ്പ് ഉപേക്ഷിക്കാനൊരുങ്ങി സർക്കാർ. ബാറുകൾ തുറന്ന സാഹചര്യത്തിൽ ആപ്പിന് പ്രസക്തിയില്ലെന്ന് എക്സൈസ് വകുപ്പിന്റെ വിലയിരുത്തൽ. അതേസമയം ബുക്ക് ചെയ്ത് മദ്യം വാങ്ങാനുള്ള സൗകര്യം നിലനിർത്തുമെന്നാവശ്യപ്പെട്ട് വെബ്ക്യൂ ആപ്പ് വികസിപ്പിച്ച കമ്പനി സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം ഉറപ്പുവരുത്താനായി കഴിഞ്ഞ മെയ് 27 മുതൽ വെബ്ക്യൂ ആപ്പ് വഴി ബുക്ക് ചെയ്താണ് മദ്യവിൽപ്പന നടത്തിയിരുന്നത്. ബാറുകളിലെ കൗണ്ടറുകൾ വഴി പാഴ്സൽ വിൽപ്പന മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ മാസം 24 മുതൽ ബാറുകളിലെ പാഴ്സൽ വിൽപ്പന ഒഴിവാക്കി. ആപ്പ് വഴിയുള്ള ബുക്കിംഗ് ബിവറേജ് കൺസ്യൂമർ ഫെഡ് വിൽപ്പനശാലകൾക്ക് മാത്രമായി ചുരുക്കി. സന്ദീപിന്റെ രഹസ്യമൊഴി ആവശ്യപ്പെട്ട കസ്റ്റംസ് വീണ്ടും NIA കോടതിയിൽ. വാട്സ്ആപ്പ് ചാറ്റ് അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് 2ാം തവണയാണ് കസ്റ്റംസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ സരിത്താണ് സ്വർണം കടത്തിയതെന്നും ഇതിന് റമീസും സ്വപ്ന സുരേഷും സന്ദീപ് നായരും സഹായിച്ചുവെന്നാണ് മനസ്സിലാകുന്നതെന്നും കസ്റ്റംസ് സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നു. ഇവരുടെ പക്കൽ നിന്ന് NIA പിടിച്ചെടുത്ത മൊബൈൽ ഫോണും ലാപ്ടോപ്പും അടക്കമുള്ള ഉപകരണങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ഇതിൽ പരിശോധിക്കുന്നതിലൂടെ ലഭിച്ചിട്ടുണ്ടെന്നും കസ്റ്റംസ് കോടതി അറിയിച്ചു. സന്ദീപ് നായരെ മാപ്പുസാക്ഷിയാക്കിയാണ് NIA കുറ്റപത്രം സമർപ്പിച്ചത്. അന്തർദേശീയ വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് MPമാർ മത്സരിക്കേണ്ട നിലപാട് വ്യക്തമാക്കി ഹൈക്കമാൻഡ്. ജമ്മു കാശ്മീരിലെ വ്യവസായ വികസനം പ്രത്യേക പദവിയുമായി കേന്ദ്രം. രാജ്യത്തെ ഇന്ധനവില എക്കാലത്തെയും കൂടിയ നിരക്കിൽ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MPമാർ മത്സരിക്കേണ്ടെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. MPമാർക്ക് MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അനുമതി നൽകേണ്ടെന്ന് ഹൈക്കമാൻഡിൽ ധാരണയായി. പാർലമെന്റിൽ കോൺഗ്രസ് അംഗസംഖ്യ കുറവാകാനാകില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. ഒരു സംസ്ഥാനത്തും ഇളവ് വേണ്ടെന്നാണ് നിലവിലെ ധാരണ. പ്രധാനമായി K മുരളീധരന്റെയും K സുധാകരന്റെയും പേരുകളാണ് ഉയർന്നു കേട്ടത്. ഒപ്പം അടൂർ പ്രകാശും ബെന്നി ബെഹനാനും മത്സരിക്കുമെന്നൊക്കെ സൂചനകൾ ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കൾ മത്സരിച്ചാലേ ചില മണ്ഡലങ്ങളിലൊക്കെ വിജയസാധ്യത ഉള്ളൂ എന്ന വിലയിരുത്തലാണിത്. ജമ്മു കാശ്മീരിലെ വികസനത്തിനായി പദ്ധതി ആവിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. ജമ്മു കാശ്മീരിലെ വ്യാവസായിക വികസനത്തിനായി പദ്ധതി അനുവദിച്ച കേന്ദ്ര സർക്കാർ 28,400 കോടി രൂപയുടെ പദ്ധതിയാണ് അനുവദിച്ചത്. കേന്ദ്ര വ്യവസായ വ്യാപാര പ്രോത്സാഹന വകുപ്പ് തയ്യാറാക്കിയ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി. 26 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികളിലൂടെ മേഖലയിലെ സാമൂഹിക സാമ്പത്തിക വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ജമ്മു കാശ്മീരിലെ വ്യവസായ വികസനത്തിനായി രൂപം നൽകിയ കേന്ദ്ര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നാണ് മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ ഇന്ധനവില എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ.
രാജ്യത്തെ നഗരങ്ങളിലെല്ലാം പെട്രോൾ ഡീസൽ വില എക്കാലത്തെ കൂടിയ നിരക്കിലെത്തി. എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ചതോടെ മുംബൈയിൽ പെട്രോൾ ലിറ്ററിന് 90.83 രൂപയായി. വ്യാഴാഴ്ച 23 പൈസ കൂടി വർദ്ധിച്ചു. ഡീസലിന് 29 പൈസ കൂട്ടി 81.07 രൂപയായി. ഡൽഹിയിൽ പെട്രോളും ഡീസലും യഥാക്രമം ലിറ്ററിന് 84.20 രൂപയും 74.38 രൂപയുമാണ്. അന്തർദേശീയ വാർത്തകൾ. ആഗ്രഹിക്കുന്ന സമാധാനപരമായ അധികാര കൈമാറ്റമെന്ന് ഡൊണാൾഡ് ട്രംപ്. ക്യാപിറ്റോൾ കലാപത്തിൽ മരണം 5ആയി. ട്രംപ് തുടരാൻ അർഹതയിരുന്ന സ്പീക്കർ നാൻസി പെലോസി. രൂപമാറ്റം സംഭവിച്ച കോവിഡ് വൈറസിലും ഫൈസർ വാക്സിൻ ഫലപ്രദമെന്ന പഠനം. വാർത്തകൾ വിശദമായി. ആഗ്രഹിക്കുന്ന സമാധാനപരമായ അധികാര കൈമാറ്റമെന്ന് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ആക്രമണത്തെ അപലപിച്ച ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നത് സമാധാനപരമായ അധികാര കൈമാറ്റമാണ്. ക്യാപിറ്റോളിലെ ആക്രമണത്തിൽ അതീവ ദുഃഖിതനാണെന്നും അക്രമികൾക്ക് നേരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അധികാരം ഓടുന്നതായി ട്രംപ് അറിയിച്ചു. ക്യാപിറ്റോൾ കലാപത്തിൽ മരണം 5ആയി. ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിക്കാൻ വിസമ്മതിച്ച് അനുയായികൾ അമേരിക്കൻ പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോൾ ബിൽഡിംഗിൽ നടത്തിയ ആക്രമണത്തിൽ മരണം 5ആയി. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പോലീസുകാരാണ് മരിച്ചത്. 2 സ്ത്രീകളടക്കം 4 പേർ ഇന്നലെ മരിച്ചിരുന്നു. ഇതിനിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായ വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ ക്യാപിറ്റോൾ ഹിൽ പോലീസ് മേധാവി രാജിവെച്ചു. സംഘടിച്ചെത്തി ആക്രമണം അഴിച്ചുവിട്ട 100ഓളം പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വകഭേദം വന്ന കോവിഡ് ഫൈസർ വാക്സിൻ ഫലപ്രദമെന്ന പഠനം. ന്യൂയോർക്ക് വകഭേദം സംഭവിച്ച കോവിഡ് വൈറസുകളിലേക്ക് പ്രതിരോധിക്കാൻ ഫൈസർ വാക്സിന് കഴിയുമെന്ന് പഠനം. ഫൈസർ വാക്സിന്റെ നിർമ്മാതാക്കളായ ഫൈസറും ബയോടെക്കും ചേർന്ന് UK-യിലും സൗത്ത് ആഫ്രിക്കയിലുമായി നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.